Hello students, welcome back. So now we can discuss one of the important and an interesting chapter in science. So now we are going to discuss about respiration. So we all have completed the other functions of our body in the form of life process and all, is it? So now respiration, by hearing the term itself, we will be getting an idea. Oh, respiration, that's a daily routine that we are doing, is it? No. So respiration is one of the important life process, is it? So respiration കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം. So what is the basicity of respiration? എന്താണ്, എങ്ങനെയാണ് പല ഓർഗാനിസംസ് റെസ്പിറേഷൻ കാണിക്കുന്നത്? How is that process been done? ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So I hope you are ready. Ready അല്ലേ? Okay അല്ലേ? So take your notebook and pen, write down the important points of this chapter. Okay. So now we are going to discuss about respiration in where? ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിൽ പലതരത്തിലുള്ള ഓർഗാനിസം ഉണ്ട് നമുക്ക്. ഈ ഓരോ ഓർഗാനിസത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി? ഓക്കെ. സോ റെസ്പിറേഷൻ ഇൻ ഓർഗാനിസം ഇസ് എ നെയിം ഓഫ് ദിസ് ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? റെസ്പിറേഷൻ ഇൻ വാട്ട്? ഓർഗാനിസം. ഓർഗാനിസത്തിൽ നിന്ന് റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ വൈ ഡു വി റെസ്പയർ? എന്തിനാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലെങ്കിൽ റെസ്പിറേഷൻ നടത്തുന്നത്? എന്താണ് റെസ്പിറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രം നമുക്ക് പോകുമ്പോൾ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോ കം നോക്കാം. ഓൾ ദ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. അല്ലേ? സെൽസ് ആർ ദ സെല്ലാണ്. See, cell is the basic unit of life. ലൈഫിന്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ് എന്ത്? സെല്ല്. നമുക്കറിയാം സെൽ ഇസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിൽ ഏറ്റവും വലിയൊരു ബേസിക് യൂണിറ്റ് ആണ് സെല്ല്. അപ്പൊ ഓൾ ലിവിങ് ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിറ്റ്സ്. അതിനെന്ത് വിളിക്കും നമ്മള്? സെൽസ്. ഇത് എന്തുകൊണ്ട് ഇപ്പോഴേ സെൽസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? കാരണം അവിടെ നിന്ന് മുതലാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന പ്രോസസ് സ്റ്റാർട്ട് ആവുന്നത്. സി ഇറ്റ്സ് നോർമൽ കണ്ടീഷൻ ഓഫ് ബ്രീത്തിങ്, ഇൻഹേലിംഗ്. അത് നമ്മുടെ കേസിലും ഓർഗാനിസത്തിന്റെ കേസിലും അങ്ങനെ ഉണ്ടെന്നല്ല. അത് മാത്രമല്ല, നമ്മുടെ സെൽസിലടക്കം റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഈ ഒരു കാര്യത്തേക്ക് നമുക്ക് എത്തണം ആദ്യം. എന്നിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ഹയർ ഓർഗാനിസത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? സോ സി ഹിയർ, ഓൾ ലിവിങ് ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? സ്മോൾ മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ്. എന്താണ് സ്മോൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ്? ഭയങ്കര ചെറുതായിട്ടുള്ള മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ്. വി കോൾ ദം ആസ് സെൽ. അല്ലേ? ഇങ്ങനെ ഒരു സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മൾ എന്ത് പറയും? ടിഷ്യൂസ് എന്ന് പറയില്ലേ? അപ്പൊ ഇങ്ങനെ കുറച്ച് സെൽസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ബോഡിയിലെ പാർട്സിൽ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓൾ ദ ലിവിങ് ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. ക്ലിയർ കോൺസെപ്റ്റ്? ഇതുവരെ ഓക്കെ അല്ലേ? സെറ്റിൽ മക്കളെ? ഇനി നോക്കാം. These cells have different functions to perform these organisms such as digestion, respiration, transportation and excretion. അതായത് the cells have different functions. സെൽസിന് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. സെൽസിന് എന്തുണ്ട് മക്കളെ? സെൽസിന് പല ഫങ്ഷൻസും ഉണ്ട്. സെൽസ് പെർഫോംസ് എന്താണ്? വാരിയസ് ഫങ്ഷൻസ് ഇൻ ദീസ് ഓർഗാനിസം. ഈ ഓർഗാനിസത്തിൽ സെല്ലിന്റെ രീതിയിൽ അത് പല രീതിയിലുള്ള ഫങ്ഷൻസ് നടത്തും. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടത്തുന്നത്? എന്തൊക്കെയാണ് നമുക്ക് അതിനകത്തുള്ളത്? നമുക്ക് ഡൈജഷൻ ഉണ്ട്. ഡൈജഷൻ നമ്മൾ പഠിച്ചതാണ്. ഡൈജഷൻ നമുക്കറിയാം. ഓക്കെ അല്ലേ? ഡൈജഷൻ. അതേപോലെ റെസ്പിറേഷൻ, നമുക്ക് പഠിക്കേണ്ട സാധനമാണ് റെസ്പിറേഷൻ. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കണം. ട്രാൻസ്പോർട്ടേഷൻ. പിന്നെയോ എക്സ്ക്രീഷൻ നമുക്കറിയാം. റിമൂവൽ ഓഫ് വേസ്റ്റ്, അങ്ങനെയുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെല്ലിന്റെ കേസിൽ, സെല്ലിന്റെ അറേഞ്ച്മെന്റ്സിൽ, സെല്ലിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ച ഒരു കോൺസെപ്റ്റ് ആണ് അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ മക്കളെ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇനി നോക്കാം. ദ സെൽസ് ക്യാൻ പെർഫോം ദിസ് ഫംഗ്ഷൻ ഓൺലി ഇഫ് ദേ ഗെറ്റ് ദ എനർജി ടു ഡു സോ. എങ്ങനെയാണ്? ദ സെൽസ് ക്യാൻ പെർഫോം ദിസ് ഫംഗ്ഷൻ only if they get the energy to do so. അതായത് ഒരു സെല്ല്, if a cell want to perform, if a cell
want to perform this function, want to perform any of these function, എന്താ അവർക്ക് വേണ്ടത്? they want what? എനർജി വേണം. അവർക്ക് എന്ത് വേണം മക്കളെ? എനർജി വേണ്ടേ? അവർക്ക് എന്തൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോഴും അവർക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് എന്ത്? എനർജി എന്ന് പറയുന്ന ആള്. So they want energy. They want നല്ല രീതിയിൽ എനർജി കിട്ടിയാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? they want proper energy. എനർജി ആണ് അവരുടെ മെയിൻ ക്രൈറ്റീരിയ ഫോർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, അവർക്ക് മെയിൻ ആയിട്ട് എന്ത് വേണം മക്കളെ? എനർജി വേണം. എനർജി ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. എനർജി ഇല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള ലൈഫ് പ്രോസസ്സിലേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ they want what? എനർജി. എനർജിന്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ നടക്കുക. So they want what? Energy. So the cells can perform this function only if they get the energy to do so. എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പൊ ഞാനിപ്പോ ഫുഡ് കഴിക്കാണ്ട് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. I will be tired and I won't be able to take the class. Is it? So എന്താണ് ഒരു സെൽ അങ്ങനെ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ they want energy. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അവർക്ക് എനർജി വേണം. Hence, അപ്പൊ നോക്ക്, hence all living organism need food which gives them the required energy. അപ്പൊ ഫുഡ് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് എനർജി കിട്ടുള്ളൂ, നമുക്ക് എനർജി ഉണ്ടാവൂ. മനസ്സിലായോ? സോ ഫുഡ് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് എനർജി ഉണ്ടാവാൻ പറ്റൂ. The energy present in the food gets released when the organisms respire or breathe. എന്താ നമ്മൾ പഠിച്ചത്? എന്തോ കത്തിയല്ലോ, എന്തോന്ന് ചെറിയ സ്പാർക്ക് ആയല്ലോ. The energy present in the food gets released when the organism respire or breathe. എങ്ങനെയാണ് എനർജി പ്രസന്റ് ഇൻ ദ ഫുഡ് ഗെറ്റ്സ് റിലീസ്ഡ്? ഫുഡിൽ നിന്ന് കിട്ടുന്ന അതായത് എനർജി പ്രസന്റ് ഇൻ ദ ഫുഡ്, അതായത് ഫുഡിൽ ഉണ്ടാവുന്ന എനർജി ഇല്ലേ, അതെന്താവും? ഗെറ്റ്സ് റിലീസ്ഡ് ഇൻ ഓർഗാനിസം വെൻ ദേ റെസ്പയർ. അപ്പം എങ്ങനെയാണ് ഫുഡിലുള്ള എനർജി? ഫുഡിൽ ഉണ്ടാവുന്ന ഒരു സോർട്ട് ഓഫ് എനർജി ഉണ്ടാവും, ഫുഡിൽ ഉണ്ടാകുന്ന ഒരു എനർജീസ് ഉണ്ടാവും, എനർജി. ഈ എനർജി എന്താവും? എന്ത് വഴിയാണ് അത് ബോഡിയിലേക്ക് എത്തുന്നത്? റെസ്പിറേഷൻ വഴി, അല്ലെങ്കിൽ ബ്രീത്തിങ്. ഈ പ്രോസസ്സ് വഴിയാണ്, ഉള്ളിൽ നിന്ന് നടക്കുന്ന പ്രോസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റൂ. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇതിനെ കുറിച്ച്? അപ്പൊ എന്തായിരിക്കും? സോ നമുക്കൊന്ന് ബ്രീഫ് ആക്കിയിട്ട് നമുക്ക് അടുത്തിലേക്ക് കടക്കാം. ബിഫോർ ദാറ്റ്, വൈ ഡു വി റെസ്പയർ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എനർജി കിട്ടാൻ? അതാണ് നമ്മളെ ഉത്തരം മെയിൻ ആയിട്ട്. അതിനേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഏകദേശം ഈ ഒരു ഐഡിയ തന്നെ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടും. സോ ഓൾ ദ ലിവിംഗ് ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? സ്മോൾ മൈക്രോസ്കോപ്പിക് യൂണിറ്റ്സ് കോൾഡ് സെൽ. സെൽസ് ആണ് നമ്മൾ ഉണ്ടായത്. പിന്നെ നോക്ക്, സെൽസ് ഹാവ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ടു പെർഫോം. എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്? ഡൈജഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ദ സെൽസ് പെർഫോംസ് ഫംഗ്ഷൻ ഇഫ് ദേ ഓൺലി ഗെറ്റ് വാട്ട്? പ്രോപ്പർ എനർജി ടു ഡു സോ. എനർജി കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഹെൻസ് all living organisms need food which gives them a required amount of energy. Required ആയിട്ടുള്ള എനർജി കിട്ടുമ്പോൾ മാത്രമാണ് അത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? Hence all living organisms need food which gives them the energy to do. എനർജി വേണമെങ്കിൽ എന്ത് വേണം? all the living organismത്തിന് എന്ത് വേണം മക്കളെ? ഫുഡ് വേണം. ഫുഡ് കഴിച്ചാൽ മാത്രമാണ് എനർജി കിട്ടുക. അപ്പോൾ ഫുഡ് ഗീവ്സ് എനർജി. അപ്പോൾ ഫുഡ് ആണ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, എസെൻഷ്യൽ ആണ് ഫോർ ഫങ്ഷൻസ് പെർഫോമിങ്. ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആണ് എന്ത്? ഫുഡ്. എന്നാൽ മാത്രമേ അവർക്ക് എ സോഴ്സ് ഓഫ് എനർജി അതിൽ നിന്ന് ലഭിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? Hence all living organisms food which gives them required energy. The energy present in the food, ഫുഡിൽ പ്രസന്റ് ചെയ്ത എനർജി get released. എങ്ങനെയാണ്? get released ആവും, അവിടുന്ന് റിലീസ് ആവും. released when the organism respire or breathe. when the organism എന്താവുന്നു? respire അല്ലെങ്കിൽ breathe ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ? the energy present in the food gets released when the organism respire or breathe. important point ആണ്, note down ചെയ്തോ. the energy present in the food gets released when the organism respire or breathe. respire ചെയ്യുമ്പോഴോ ബ്രീത്ത് ചെയ്യുമ്പോഴാണ് ആ ഫുഡിൽ ഉണ്ടാകുന്ന എനർജി നമുക്ക് കിട്ടുന്നത്. അത് എന്താ പറ്റും? അതിനെ റിലീസ് ആവുന്നത്. ഫുഡിൽ നിന്ന് എനർജി നമുക്ക് റിലീസ് ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ മക്കളെ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു വൈ ഡു വി റെസ്പയർ ഈസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ് ഡിയർ സ്റ്റുഡൻസ്? ഇറ്റ്സ് ക്ലിയർ? ഇസ് ഇറ്റ്? ഓക്കെ. നൗ സി സെല്ലുലാർ റെസ്പിറേഷൻ. ഇനി നമുക്ക് പഠിക്കുന്ന ടോപ്പിക് ആണ് എന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് മക്കളെ ഈ സെല്ലുലാർ റെസ്പിറേഷൻ? നമ്മൾ കേട്ടിട്ടുണ്ടാവും സെല്ലുലാർ റെസ്പിറേഷൻ എന്ന്. സോ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ടേം സെല്ലുലാർ. സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഓഫ് വാട്ട്? സെല്ലിന്റെ കേസിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ എന്താണ്? ബേസിക് ഫങ്ഷണൽ ആൻഡ് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് functional and fundamental unit of life ആണ് എന്ത്? നമ്മുടെ സെല്ല് അല്ലേ? നമ്മുടെ സെല്ല് അല്ലേ? നമ്മുടെ സെല്ലല്ലേ ബേസിക് യൂണിറ്റ് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്? നമ്മുടെ സെല്ലല്ലേ മക്കളെ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? നമ്മുടെ സെല്ലാണ് ദ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ല്. അപ്പോ അവിടെ എന്താണ് റെസ്പിറേഷൻ ആണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? റെഡി അല്ലേ നിങ്ങള്? സോ സെല്ലുലാർ റെസ്പിറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. എങ്ങനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ. ദ പ്രോസസ് ഇൻ വിച്ച് the food that we eat is broken down inside the cells which result in release of energy. അതായത് the food that we eat, food in the form of energy in the source alle food that we eat is broken down എന്താണ്? broken down inside the cell. എവിടെയാണ് മക്കൾ നടക്കുന്നത്? inside the cell. സെല്ലിന്റെ ഇൻസൈഡിലായിട്ടാണ് അവ നടക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങി എത്തി അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ സെല്ലിന്റെ ഇൻസൈഡിന് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഫുഡിൽ നിന്ന് നമ്മൾ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ ഇൻസൈഡ് ദ സെൽ which results in the release of എനർജിനെ റിലീസിന് വേണ്ടിയിട്ട് release of എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഇൻ വിച്ച് the food that we eat is broken down inside the cell which results in releasing of energy. എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? release of energy which results in the releasing of energy. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? All the cells in living organism undergo cellular respiration. All the cells in the living organism undergo cellular respiration. അപ്പൊ all cells in എവിടെയാണ്? ലിവിങ് ഓർഗാനിസത്തിലെ എല്ലാ സെല്ലും എന്താണ്? undergoes what? cellular respiration ചെയ്യുന്നുണ്ട്. undergo cellular respiration. concept കത്തിയോ മക്കളെ? I got the concept. Is it okay for you? അല്ലേ മക്കളെ? സോ നോക്ക്, cellular respiration can be defined as a process in which the food that we eat is broken down inside the cells which result in the release of what? energy. All the cells in the living organism undergo respiration. All the cells in the body undergoes cellular respiration. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് cellular respiration എന്നും പറയാനുള്ളത്. I hope the concept related to cellular respiration is also clear for you. cellular respiration clear അല്ലേ മക്കളെ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? Okay, I hope you are writing the notes. Okay. Now see, release of energy during cellular respiration. എങ്ങനെയാണ് the release of energy during cellular respiration? എനർജി, അതായത് ഫുഡിൽ നിന്നുള്ള എനർജി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് നോക്കാം. എനർജി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? ഡ്യൂറിങ് എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് ഒരു ഫുഡിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസും അതേപോലെ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജനും
അത് കൂടി നിൽക്കുമ്പോൾ അവിടെയാണ് എനർജി, അത് തമ്മിൽ മിക്സ് ആവുമ്പോൾ അവിടെ നമ്മളെ എനർജി ഇൻ ദ ഫോം ഓഫ് റിലീസ് ആവും. എനർജി അവിടെ റിലീസ് ചെയ്യുന്നു. അവിടെ എന്താണ് എനർജി റിലീസിങ് ആവുന്നുണ്ട് അല്ലേ മക്കളെ? അപ്പോ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം കിട്ടുക? CO2 പ്ലസ് വാട്ടർ നമുക്ക് കിട്ടും, അഥവാ H2O നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലൂക്കോസ് പറയുമ്പോൾ എന്താണ്? C6H12O6 അല്ലേ? C6H12O6 ബാലൻസ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താ പറ്റും? C6H12O6 plus 6O2 gives 6CO2 plus 6H2O. എന്താണ് മക്കളെ? അപ്പോ okay, so C6H12O6 plus 6O2 that results in what? 6CO2 plus 6H2O. 6CO2 plus 6H2O. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താണിത്? ഫുഡിൽ നിന്നുണ്ടാവുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് ഇല്ല, നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫോം ഉണ്ടാവും. അത് തമ്മിൽ കണക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ വരുമ്പോൾ അവിടെ അവർ തമ്മിൽ എനർജി റിലീസ് ആവും. ബ്രേക്കിംഗ് ഡൗൺ നടക്കുന്നതാണ്. അപ്പോൾ എനർജി റിലീസ് ആവും. എനർജി എന്തിന്റെ ഫോമിൽ റിലീസ് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിന്റെ ഫോമിലായിട്ട് അത് പുറത്തേക്ക് വിടുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എനർജി ആ ടൈമിലാണ് എനർജി ഫോം ചെയ്യുന്നത്. ഈ ഇത് നടക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടുന്നു. എനർജി കിട്ടിയിട്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു പുറത്തേക്ക് കളയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻ ദ ഫോമിലാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമ്മളെ ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിംഗ് സെല്ലുലാർ റെസ്പിറേഷനിൽ പറഞ്ഞത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് ദ എനർജി റിലീസിംഗ് is clear for you. I hope the concept is clear for you. Is it, dear students? Is it? Okay. So this is all about cellular respiration. That's it. Hello students, welcome back. So now before that we have discussed about the cellular respiration, is it, in organism and all. We learned about cellular respiration, those things. Now we are going to learn about the types of respiration. നമുക്കറിയാം കുറേ അധികം ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈപ്സ് ഓഫ് റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. 2 ടൈപ്പ് റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? സെല്ലുലാർ റെസ്പിറേഷനും എന്തിനാണ്, എനർജിക്ക് വേണ്ടിയിട്ട് ആണ് റെസ്പയർ ചെയ്യുന്നതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട്. സോ നൗ വി ക്യാൻ ഗോ ഫോർ ദ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. നോക്കാം, ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ എന്താണ് മക്കളെ? എന്തായിരിക്കും ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ? ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. നമുക്കറിയാം നമ്മുടെ റെസ്പിറേഷൻ എത്ര തരത്തിലാണ് ഡിവൈഡ് ചെയ്തത് മക്കളെ? 2 തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 എന്താണ്? നമ്പർ 1 ആയിട്ട് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ. അതേപോലെ തന്നെ എന്താണ് രണ്ടാമതായിട്ട് നമുക്കുള്ളത്? എനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അതേപോലെ എന്താണ് എനേറോബിക് റെസ്പിറേഷനും ഉണ്ട്. ഓക്കെ അല്ലെ? റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ട് എയറോബിക് ആയിട്ടുള്ള റെസ്പിറേഷനും ഉണ്ട് മക്കളെ, അതേപോലെ അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷനും ഉണ്ട്. എങ്ങനെയൊക്കെ? എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അനേറോബിക് റെസ്പിറേഷനും ഉണ്ട്. ഇവിടെ നമുക്ക് അനേറോബിക് റെസ്പിറേഷനിൽ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? അനേറോബിക് ആണ് 1, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ അല്ലേ? അതേപോലെ എന്താണ് രണ്ടാമത്? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. മൂന്നാമതായിട്ട് we have mixed acid fermentation. അപ്പൊ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ടൈപ്സ് ഓഫ് റെസ്പിറേഷനിൽ നമുക്ക് 2 തരത്തിലുള്ള റെസ്പിറേഷൻ സോളിഡ്ലി we have only 2 types of respiration, that is aerobic respiration and anaerobic respiration. എങ്ങനെയൊക്കെയാണ് മക്കളെ? എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അതേപോലെ എന്താണ് അനേറോബിക് റെസ്പിറേഷനും ഉണ്ട്. അപ്പോ ഈ എയറോബിക്കും അനേറോബിക്കും എന്തായിരിക്കും നമുക്ക് നോക്കാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നിട്ട് എയറോബിക് എന്ന് പറയുമ്പോൾ അനേറോബിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കുമ്പോൾ തന്നെ ഒരു ഉണ്ടാവില്ലേ? എയറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസില് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. എനിവേ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ആൻഡ് ഇത് അനേറോബിക് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ്
O2. അപ്പോ ഇവിടെ എങ്ങനെയാണ് എനർജി റിലീസ് ആവുന്നത് ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട്? അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ? ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അത് ഓക്സിജന്റെ പ്രസൻസിലാണ് നമുക്കറിയാം. എനറോബിക് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. എയറോബിക് ആൻഡ് അനറോബിക് റെസ്പിറേഷൻ. ഇനി നോക്ക്, ഈ അനറോബിക് റെസ്പിറേഷൻ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. എന്താണ് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ? എന്താണ് മക്കളെ? ഷുഗറിനെ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് അല്ലേ, വിത്ത് ഈസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്. സോ ആൽക്കഹോളിക് ഫെർമെന്റേഷനും ഉണ്ട്, അതേപോലെ നമുക്ക് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ഉണ്ട്, മിക്സഡ് ആസിഡ് ഫെർമെന്റേഷനും ഉണ്ട്. അപ്പൊ 3 തരത്തിലെ ഫെർമെന്റേഷനും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ടൈപ്സ് ഓഫ് റെസ്പിറേഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കോൺസെപ്റ്റ് റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് ഇനി അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഓക്കെ. സോ നൗ ഡിഫറൻസ് ബിറ്റ്വീൻ എയറോബിക്കും അനറോബിക് റെസ്പിറേഷനും തമ്മിലാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് മക്കളെ എയറോബിക്കും അതേപോലെ തന്നെ അനറോബിക് റെസ്പിറേഷനും? അപ്പൊ നമുക്കറിയാം റെസ്പിറേഷന്റെ 2 തരാണ് എയറോബിക്കും അനറോബിക്കും അല്ലേ? റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും അത് ഏതായിരിക്കും, എയറോബിക്കോ അതോ അനറോബിക്കോ ആണോ? റെസ്പിറേഷൻ ആണ്. ഇവിടെ എയറോ എന്നാണുള്ളത്. അപ്പൊ എയർ ഉണ്ട്, അതായത് ഓക്സിജന്റെ പ്രസൻസിലാണെന്ന് അർത്ഥം. എയർ ഉണ്ട്. ഇവിടെയോ എയർ ഇല്ല. അനേറോ അവിടെ വലിയൊരു എയർ ഇല്ല എന്നൊരു അർത്ഥത്തിൽ നമുക്ക് പറയാം. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഈ രീതിയിൽ. അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചാലോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് നോക്കാം എയറോബിക് റെസ്പിറേഷനും അനറോബിക് റെസ്പിറേഷനും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എയറോബിക് എന്താണെന്ന് നമുക്ക് പറഞ്ഞു പോവാം, പിന്നെ നമുക്ക് അനറോബിക് എന്താണെന്ന് പറഞ്ഞു പോവാം, എന്നിട്ട് നമുക്ക് അത് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? എയറോബിക് റെസ്പിറേഷൻ ആണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ നോക്ക്, റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണേ. സോ ഫസ്റ്റ് വേണം നോക്കാം. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോ എയറോബിക്കിന്റെ കേസിൽ നമ്മൾ പറയുമ്പോ എയറോബിക് ആണ്. നോക്ക്, എയറോ ആണ്. അപ്പൊ എയറോ എന്ന് പറയുമ്പോ എയർ ഉണ്ട് എന്നൊരു അർത്ഥം. എയർ ഈസ് ദെയർ, എയർ ഈസ് പ്രസന്റ്. അതായത് ഇൻ ദ ഫോം ഓഫ് എന്താണ് എയർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് നിങ്ങൾക്കൊരു അറിയാൻ വേണ്ടി അങ്ങനെ ഒരു സിമ്പിൾ ആക്കി തരാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. എയറോ എന്ന് പറയുമ്പോൾ എയർ ഉണ്ട് എന്നല്ല, അവിടെ ഓക്സിജൻ ഉണ്ടെന്ന് അർത്ഥം. ഇത് എയർ ആയിട്ട് ഫോം ഓഫ് ഓക്സിജൻ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നോക്ക്, എയർ ഈസ് പ്രസന്റ്, ദാറ്റ് ഈസ് ഓക്സിജൻ ഈസ് പ്രസന്റ്, അല്ലെങ്കിൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസിലാണ് എയറോബിക് റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുക. എയറോബിക് റെസ്പിറേഷൻ ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. എയറോബിക് റെസ്പിറേഷൻ ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി നോക്ക്, ഇൻ എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. എന്താണ് നടക്കുക? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ എയറോബിക്കിൽ അതേപോലെ എന്താണ്? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് എന്താണ്? ഗ്ലൂക്കോസ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ഓഫ് എന്തിന്റെ? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യും. അവിടെ എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കും. എവിടെ നിന്ന്? എയറോബിക് റെസ്പിറേഷന്റെ കേസിൽ. എയറോബിക് റെസ്പിറേഷന്റെ കേസിൽ എന്താണ് അവിടെ? ഇൻ എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. എന്താ ആണ്? ഗ്ലൂക്കോസിന്റെ ആണേ, മറക്കരുത്. ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് വാട്ട്? ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷനും നമ്മുടെ എയറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നുണ്ട്. ശരിയല്ലേ മക്കളെ? ഇൻ എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. ഇൻ എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ടേക്കിംഗ് പ്ലേസ് there. Is that clear dear students? Okay. Now ഇനി നമുക്ക് അടുത്തതിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താലോ? നോക്കാം. The end products are CO2 and water. അപ്പോ എയറോബിക് റെസ്പിറേഷനിലെ എൻഡ് പ്രോഡക്റ്റ് ആരൊക്കെയായിരിക്കും? എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും മക്കളെ? എൻഡ് പ്രോഡക്റ്റ് ആരൊക്കെയായിരിക്കും?
CO2 ആൻഡ് വാട്ടർ ആയിരിക്കില്ലേ? അപ്പൊ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ നമുക്ക് ആരുണ്ട്? CO2 അതേപോലെ വാട്ടറുമാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ്. എയറോബിക് റെസ്പിറേഷനിലെ എൻഡ് പ്രൊഡക്റ്റ് ആരായിരിക്കും മക്കളെ? CO2 ആൻഡ് വാട്ടർ ആർ ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് is clear for you. So end products are CO2 and water. Is that clear? Okay. Now after that നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടന്നാലോ നോക്കാം. ലോട്ട് ഓഫ് എനർജി ഈസ് ലിബറേറ്റഡ്. അതായത് 38 ATP, 36 ആണ് വേണ്ടു, പക്ഷെ 38 ATP എനർജി ഈസ് ലിബറേറ്റഡ്. അതായത് എനർജി എന്താകുന്നുണ്ട്? ലിബറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് 38 ATP. അപ്പോൾ എനർജി ഇവിടെ ഔട്ട് ആവുന്നുണ്ട്. എനർജി എന്താകുന്നുണ്ട്? പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 38 ATPന്റെ സെൻസിലാണ് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറയുന്നത്. സോ എനർജി ഈസ് റിലീസ്ഡ്. നോക്ക്, നമ്മുടെ എനർജി ഇല്ലേ, എനർജി ആണ് ഇവിടെ എന്താവുന്നത് മക്കളെ? ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 38ന്റെ സെൻസിലാണ് നമ്മളത് പറയുന്നത്. ATP ആണ് മറക്കരുത്. ATP ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്ത് പറയുന്നത്. കോൺസെപ്റ്റ് എവിടെ കിട്ടിയോ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നോക്ക്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. അപ്പോ എന്താണ്? എയറോബിക് ആണ്. എയറോബിക് റെസ്പിറേഷൻ takes place in animal and plant cell. ആനിമലിന്റെയും പ്ലാന്റ് സെല്ലിന്റെയും ആണ് എന്ത് മെയിൻ ആയിട്ട് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. എയറോബിക് റെസ്പിറേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് occurring at plant and animal cells. is taking place at plant and animal cells. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നോക്കാം, നമുക്ക് ഇക്വേഷൻ നോക്കാണല്ലോ. C6H12O6 പ്ലസ് 6CO2 പ്ലസ് 6H2O പ്ലസ്, അതായത് 68KCAl എന്ന രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അത് എനർജീന്റെ റിലീസിങ് ഫോം ആണ്. വാട്ടറും എനർജിയും അവിടെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക? എയറോബിക് റെസ്പിറേഷൻ ഇക്വേഷൻ ആയിരിക്കും C6H12O6 പ്ലസ് 6O2 പ്ലസ് 6CO2 പ്ലസ് 6H2O ആണ്. എനർജിയും വാട്ടറും എനർജിയാണ് അവിടെ റിലീസ് ആവുന്നത്. വേർ വി ഹാവ് വാട്ട് ഈസ് ദാറ്റ്? 6CO എന്ന് പറയുമ്പോൾ CO2 അതേപോലെ വാട്ടറും ആണ് അവിടെ നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എയറോബിക് റെസ്പിറേഷനിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കോൺസെപ്റ്റ് പിടികിട്ടിയോ മക്കളെ? ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അത് ഓക്സിജന്റെ പ്രസൻസിലാണ് അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് ആരുടെ പ്രസൻസിലാണ്? ഓക്സിജന്റെ പ്രസൻസിലാണ് അത് നടക്കുന്നത്. ക്ലിയർ അല്ലേ? അത് ഓക്കെ അല്ലേ? ഓക്കെ. ഇൻ anaerobic respiration അതേപോലെ നോക്ക്, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് അവിടെ നടക്കുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ടേക്കിംഗ് പ്ലേസ് there. എന്ന് നോക്ക്, എൻഡ് പ്രൊഡക്ട്സ് ആർ CO2 ആൻഡ് വാട്ടർ. അതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആരൊക്കെയാണ് മക്കളെ? CO2 ആൻഡ് വാട്ടർ ആണ്. എൻഡ് പ്രൊഡക്ട്സ് ആർ CO2 ആൻഡ് വാട്ടർ. എൻഡ് പ്രൊഡക്ട്സ് ആർ വാട്ട്? CO2 ആൻഡ് വാട്ടർ. അപ്പൊ എൻഡ് പ്രൊഡക്ട്സ് ആരൊക്കെയാണ് മക്കളെ? CO2 അതേപോലെ തന്നെ വാട്ടറുമാണ് ഇതിന്റെ എൻഡ് പ്രൊഡക്റ്റ്. കോൺസെപ്റ്റ് പിടിയിട്ടില്ലേ? ഓക്കെ. ലോട്ട് ഓഫ് എനർജി ഈസ് ലിബറേറ്റഡ്. അതായത് 38 ATP ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ലോട്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ് അല്ലെങ്കിൽ ലിബറേറ്റഡ് 38 ATPന്റെ സെൻസിൽ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. അത് പ്ലാന്റ് സെൽസിലും അതേപോലെ തന്നെ ആനിമൽ സെൽസിലുമാണ് അത് ഒക്കർ ചെയ്യുന്നത്. C6H12O6 plus 6O2 gives 6CO2 plus 6H2O. അതായത് നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും ഇവിടെ എനർജി റിലീസ് ആവുന്നുണ്ട്. അപ്പൊ എന്താ കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് കിട്ടൂലേ? ഇത്രയേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് വാട്ടറും അതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ എയറോബിക് റെസ്പിറേഷനിൽ നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം മക്കൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇമ്പോർട്ടന്റ് ഒക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ അടുത്തായിട്ട് നമുക്ക് കടക്കാൻ പോകുന്നത് എന്താണ് മക്കളെ?
എനേറോബിക് റെസ്പിറേഷനിലേക്കാണ്. എനേറോബിക് റെസ്പിറേഷൻ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ, അതെങ്ങനെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ റെഡി അല്ലേ മക്കള്, സെറ്റ് അല്ലേ? സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എനേറോബിക് റെസ്പിറേഷൻ. പേരിൽ തന്നെ നോക്ക്, എനേറോബിക് റെസ്പിറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. എന്താണ് മക്കളെ? ഓക്സിജന്റെ ആബ്സെൻസില്. അപ്പൊ നമുക്ക് നോക്കാം. എനേറോബിക് respiration. By the name itself you can understand. ഇവിടെ കണ്ടോ, എനേറോ, അവിടെ എയർ ഇല്ല. എനേറോ, അവിടെ എയർ ഇല്ല. അതായത് എയർ ഈസ് നോട്ട് പ്രസന്റ്. അതായത് ആബ്സെൻസ് ഓഫ് എയർ അഥവാ ആബ്സെൻസ് ഓഫ് എന്താണ്? ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലാണ് അവ ഉണ്ടാവുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. അപ്പോ ഓക്സിജന്റെ ആബ്സെൻസിലാണ് ദേ ആർ ടേക്കിംഗ് പ്ലേസ്. ടേക്സ് പ്ലേസ് ഓൺ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലാണ് എനേറോബിക് റെസ്പിറേഷൻ നടക്കപ്പെടുന്നത്. എനേറോബിക് റെസ്പിറേഷൻ എന്താണ്? ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ ആബ്സെൻസിലാണ് അവ നടക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നോക്കാം. ഇൻ anaerobic respiration the glucose molecule is incompletely oxidized. അത് എന്താണ്? ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്താണ്? is incompletely എന്താണ്? ഓക്സിഡൈസ്ഡ്. അപ്പൊ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്. ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് വാട്ട്? ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്. In an anaerobic respiration, the glucose molecule is incompletely oxidized. Glucose molecule is incompletely oxidized. Glucose molecule is what? Incompletely oxidized. Glucose molecule എന്താണ് മക്കളെ? ഇൻകംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? അപ്പൊ ഇത് എവിടെ നടക്കുന്നത് നോക്കണേ. എനേറോബിക് ആണ്, എയറോബിക് അല്ലേ? എനേറോബിക് റെസ്പിറേഷൻ. അവിടെ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. അതുകൊണ്ട് തന്നെ നോക്ക്, ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആണ് മക്കളെ. ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ലേ? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനി നോക്ക്. End products are either ethyl alcohol or lactic acid and CH2. അപ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്? എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എന്തിന്റെ റെസ്പിറേഷൻ ആണ്? anaerobic respiration is എന്തൊക്കെയാണ് എൻഡ് പ്രൊഡക്ട്സ് ഓഫ്? എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് ലാക്റ്റിക് ആസിഡ്. പിന്നെ കൂടെ ഒരാളുണ്ടാവും വല്ലപ്പോഴും, പ്ലസ് നമ്മുടെ CO2. അപ്പോൾ ഈഥൈൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ എന്തായാലും CO2 ഉണ്ടാവും. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ട് എൻഡ് പ്രൊഡക്ട്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എൻഡ് പ്രൊഡക്ട്സ് ആർ എയ്തർ ഈഥൈൽ ആൽക്കഹോൾ ഓർ ലാക്റ്റിക് ആസിഡ് ആൻഡ് CO2. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി നോക്ക്. റിലേറ്റീവ്ലി സ്മോൾ എനർജി ഈസ് ലിബറേറ്റഡ് ആസ് ATP. അപ്പം എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. എനർജി എന്താണ്? ലിബറേറ്റ് ആവുന്നുണ്ട്. അതായത് സ്മോൾ എമൗണ്ടിലാണ്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ എനർജി? എന്തായാലും അതിലൂടെ ലിബറേറ്റ് ചെയ്യും. അല്ലെങ്കിലോ ഇവിടെ നമുക്കൊന്നും വെറുതെ ആയിപ്പോലെ റിയാക്ഷൻ. സോ അതുകൊണ്ട് തന്നെ അത് എത്ര ഉണ്ടാവും? 2 ATP. സോളിഡ്ലി വി ഹാവ് 2 ATP. 2 ATP ആയിട്ടാണ് നമുക്ക് അവിടെ ലഭിക്കുള്ളൂ. 2 ATP ആയിട്ടാണ് മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുള്ളൂ. കോൺസെപ്റ്റ് വിടിയിട്ടോ. ആസ് എ 2 ATP, ആസ് ഇൻ ദ ഫോം ഓഫ് 2 ATP ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. 2 ATPന്റെ സെൻസിലാണ് നമുക്ക് അത് കിട്ടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നോക്ക്. occurs in many anaerobic bacteria and human muscle cells. എവിടെയാണ് occur ചെയ്യുന്നത്? അത് ഇമ്പോർട്ടൻ്റ്. അത് നല്ലൊരു
ടോപ്പിക് ആണത് കേട്ടോ. ഇറ്റ് ഒക്കേഴ്സ്, ഏതാണ് ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എനേറോബിക് റെസ്പിറേഷൻ occurs in bacteria, many anaerobic bacteria and human muscle cellsലുമാണ് അത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ occurs in many anaerobic bacteria and human muscle cell, കുറെ anaerobic ബാക്ടീരിയയിലും അതേപോലെ ഇമ്പോർട്ടാണ് ഹ്യൂമൻ മസിൽസിലുമാണ് അവ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിലൊക്കെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? occurs in many anaerobic bacteria and human muscle cells. The concept is clear for you? Concept okay അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നോക്ക്. C6H12O6 gives 6C2H5OH 2CO2 plus 56KCl എന്ന് പറയാൻ നമുക്ക് ഫോം കിട്ടും. ഇത് ഇനി ലാക്ടിക് ആസിഡ് ആവാം അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളും ആവാം. either it is lactic acid or ethyl alcohol. ലാക്ടിക് ആസിഡും ആവാം അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളും ആവാം. ക്ലിയർലി കോൺസെപ്റ്റ്? അപ്പോൾ C6H12O6 gives 2C2H5O5 plus 2CO2 plus 556 അത് KCl എന്ന് പറയാം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരിക? കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ വെച്ചാൽ C6H12O6 gives 2C2H5OH plus 2CO2. ഇവിടെ H2O കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. എന്തിനാ? കാരണം അവിടെ ഓക്സിഡേഷൻ നടക്കുന്നില്ല, ഓക്സിജൻ ഇല്ല അവിടെ, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പൊ ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ അവ നടന്നിട്ട് വലിയ കാര്യവും നമുക്ക് ഇല്ല. അപ്പൊ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടില്ല മക്കളെ? സെറ്റല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഇനി നമുക്കിതൊന്ന് കമ്പയർ ചെയ്തൊന്ന് പറയാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ എനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ അല്ലേ? ഇൻ എനേറോബിക് റെസ്പിറേഷൻ ദ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ്. ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് വാട്ട്? ഇൻകംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ്. End products are either ethyl alcohol or lactic acid and CO2. End products are either ethyl alcohol or lactic acid and CO2. ഇതും ക്ലിയർ ആണ്. Relatively small energy is liberated as 2 ATP. 2 ATP എന്ന രീതിയിൽ relatively small amount of energy is liberated. Small amount of energy ആണ് അവിടെ റിലീസ് ചെയ്യുന്നത്. ക്ലിയർലി? അതും ക്ലിയർ ആണ്. occurs in many anaerobic bacteria and human beings. occurs in many anaerobic bacteria and human beings. human beings ലെ muscle cells ലാണ് occur ചെയ്യുന്നത്. muscle cells ലാണ്. C6H12O6 gives what? എന്താണ് തരുന്നത്? 2C2H5OH plus 2CO2. അവിടെ ഓക്സിജനും പ്രസൻസ് അല്ലാതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂളും നമുക്ക് അവൈലബിൾ ആവുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ എയറോബിക് റെസ്പിറേഷന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എയറോബിക് റെസ്പിറേഷനും എനേറോബിക് റെസ്പിറേഷനും കേസിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാലോ? ഓക്കെ അല്ലേ മക്കളെ? നോക്ക്, ഈ ടേക്സ് പ്ലേസ് അയറോബിക്, ഇവിടെ അയറോബിക്കും ഇവിടെ അനേറോബിക്കും ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, it takes place in the presence of oxygen ആണെങ്കിൽ it takes place in the absence of oxygen അല്ലേ? ഇനി നോക്ക്, ഇവിടെ നോക്ക്, ഇനി എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലേ നടക്കുന്നത്. ഇവിടെ നോക്ക്, എൻ പ്രൊഡക്ട്സ് ആരാ? CO2 ആൻഡ് വാട്ടർ ആണ്. ഇവിടെയോ എൻ പ്രൊഡക്റ്റ് ആരാണ്? ഒന്നുകില്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ലാക്ടിക് ആസിഡോ പിന്നെ CO2 ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഔട്ട് ഓഫ് സ്മോൾ, ഇവിടെ എന്താണ്? ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആണോ? അതെ, ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി, ഏകദേശം 38 ATP ഇവിടെ റിലീസ് ആവുന്നുണ്ട്. ഇവിടെയോ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി, ഏകദേശം 2 ATP ഓളമാണ് ലിബറേറ്റ് ആവുന്നുള്ളൂ. It occurs in plant and animal cell. Plant cells അതേപോലെ തന്നെ animal cells അവ occur ചെയ്യുന്നുണ്ട്. ഇവയാണെങ്കിലോ സം anaerobic ബാക്ടീരിയയും അതേപോലെ തന്നെയാണ് മസിൽ സെൽസിലുമാണ് അവർ, ഹ്യൂമൻ ബീങ്സ് മസിൽ സെൽസിലാണ് അവർ occur ചെയ്യുന്നത്. C6H12O6 plus 6O2 gives what and all things? 6CO2 plus 6H2O. In this case, C6H12O6 gives what? 2C2H5OH plus അതൊരു ആൽക്കഹോളിക് കോമ്പൗണ്ട് ആയിരിക്കും, പ്ലസ് 2CO2 ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ തമ്മിലുള്ള കമ്പാരിസൺ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ ഈസ് ഡാം ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ.